ഹലോ എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ കൺസെപ്റ്റുകളും കൺവെൻഷൻസുമാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂടെ കൂടുതൽ മാർക്കിന് ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ തുടർന്ന് ഓരോ ചാപ്റ്ററും ഡീൽ ചെയ്യുന്ന സമയത്തും അവിടെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക. ഫസ്റ്റ് പോയിൻ്റ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി വേൾഡ് വൈഡായിട്ടുള്ള അക്കൗണ്ടൻസ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അക്കൗണ്ടിങ് പ്രാക്ടീസിനകത്ത് യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് കൺവെൻഷൻസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നും പറയാം. അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ കൺവെൻഷൻസ് എന്നും പറയാം. സോ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. സോ GAAP, GAAP, ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു നോക്കണം. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അതിനകത്ത് ഒന്നാമത്തെ കൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ബിസിനസ് ആൻഡ് ദി ഓണർ, ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ്. രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ നമ്മളൊരു ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ജേണൽ എഴുതേണ്ടത് ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ്, ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ ബിസിനസ്സിനെ ഒരു എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുക. ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. സോ ദിസ് ഈസ് ബിസിനസ് ആൻഡ് ദിസ് ഈസ് ഓണർ. ഓണർ മറ്റൊരു എൻറ്റിറ്റിയാണ്, മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഓണറെ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് കണക്കാക്കുക, ബിസിനസ്സിനെ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് കണക്കാക്കുക. സോ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഓണർ ബിസിനസ്സിന് കൊടുക്കുന്ന ക്യാഷോ അല്ലെങ്കിൽ അസറ്റോ, അതാണെന്ത് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓണർ ബിസിനസ്സിന് ക്യാഷ് കൊടുക്കുന്നു അല്ലെങ്കിൽ അസറ്റ് കൊടുക്കുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് പ്രകാരം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റി ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിസിനസ്സിൻ്റെ എന്താണ്, ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആണ്. ബിസിനസ് ഇത് തിരിച്ച് ആർക്ക് കൊടുക്കണം, ഓണർക്ക് കൊടുക്കാനുണ്ട് എന്ന് നമുക്ക് എഴുതി വെക്കാം. സോ അക്കോർഡിംഗ് ടു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ദ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഓണർ ഈസ് എൻ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഓക്കെ, സോ ബിസിനസ്സിനെയും ഓണറെയും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വ്യക്തികളായിട്ട് കാണണം എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരം ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, പണം എല്ലാം എന്താണ്, ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇറ്റ്സ് എ ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. സോ കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന് റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.